അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചരിത്രത്തിൻ്റെ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രത്തെക്കുറിച്ച് കുറച്ച് ചെറിയൊരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ജനനവും കുടുംബവും. അബ്ദുള്ള എന്ന അപാരനാമത്തിൽ പ്രസിദ്ധനായ ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹു ഹിജ്റയ്ക്ക് 21 വർഷം മുമ്പ് റജബ് മാസം 13-ലാണ് മക്കയിൽ ജനിച്ചത്. ക്രിസ്താബ്ദം 598-ലായിരുന്നു അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂത്താപ്പയായ അബൂ ത്വാലിബാണ് അദ്ദേഹത്തിൻ്റെ പിതാവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹുവിൻ്റെയും കുടുംബ പരമ്പര ഒന്ന് തന്നെയാണ്. അറബ് പ്രദേശത്തെ ഗോത്രങ്ങളിൽ അതിപ്രധാനിയായിരുന്ന ഖുറൈശ് ഗോത്രം. ഖുറൈശി ഗോത്രത്തിൽ കുറേ ഉപഗോത്രങ്ങൾ ഉണ്ടായിരുന്നു. അവയിൽ ഏറ്റവും പ്രധാനമായിരുന്നു ബനു ഹാഷിം. ബനു ഹാഷിം വംശത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അലി റളിയല്ലാഹു അൻഹുവും ജനിച്ചത്. ക്രിസ്താബ്ദം 579 നബിയുടെ പിതാമഹനായ അബ്ദുൽ മുത്തലിബിൻ്റെ മരണശേഷം ബനു ഹാഷിം വംശത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി വളരെ മെച്ചമായിരുന്നില്ല. എങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനായ അബൂ ത്വാലിബ് പിതാക്കളുടെയും പ്രഹതാക്കളുടെയും അന്തസ്സും യശസ്സും നിലനിർത്തിപ്പോന്നു. എങ്കിലും ഇത്ര വലിയൊരു കുടുംബത്തെ പോറ്റുകയാണെന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കുടുംബത്തിലെ മറ്റംഗങ്ങളും ഇത് വേണ്ടതുപോലെ മനസ്സിലാക്കിയിരുന്നു. ക്രിസ്താബ്ദം 595-ൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജത്തുൽ കുബ്രയെ വിവാഹം ചെയ്തു. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖദീജ ബീവിയുടെ വീട്ടിലേക്ക് താമസം മാറ്റി. ഖദീജ ബീവിയുടെ അപാരമായ സമ്പത്ത് മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയന്ത്രണത്തിൽ വന്നു. അലി റളിയല്ലാഹു അൻഹു ജനിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ പിതൃവ്യൻ്റെ ഈ പുത്രനെ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു ഓർമ്മ വന്നത് മുതൽ തൻ്റെ പിതാവിനെയല്ല, പകരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണ് കണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംരക്ഷണത്തിലും തണലിലുമാണ് അലി റളിയല്ലാഹു അൻഹു വളർന്നത്. അപ്പോൾ ഇന്നത്തെ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ കൂട്ടുകാരെ? ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാം. പിന്നെ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി ഇതിൻ്റെ രണ്ടാമത്തെ കഥയുടെ ഭാഗവുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.